എല്ലാവർക്കും സിംപ്ലി ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കണക്കിലെ അങ്കഗണിതം. മാത്സിലെ അങ്കഗണിതം എന്ന ഭാഗമാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് എല്ലാ കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം അങ്കഗണിതം എന്നത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു തുടങ്ങുന്നതാണ്. ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കായാലും വലിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കായാലും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിലും മറന്നുപോയ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാൻ വിട്ടുപോയ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് അങ്കഗണിതം നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ വീഡിയോ വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ സമയം ഉപകാരപ്പെടുത്തി നിങ്ങൾക്കിത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അങ്കഗണിതം എന്ന ഭാഗത്തിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ് സംഖ്യകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് പഠിക്കുന്നത്. സംഖ്യകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറിയ ക്ലാസ് മുതലേ സംഖ്യകൾ പഠിക്കുന്നുണ്ടല്ലോ. സംഖ്യകൾ എന്ന ടോപ്പിക്കാണ് ആദ്യം. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നോട്ട് എഴുതേണ്ടവർക്ക് നോട്ട് എഴുതുന്നത് നല്ലതായിരിക്കും. പിന്നീട് റിവിഷൻ ചെയ്യാൻ അത് ഉപകാരപ്രദമാകും. വീണ്ടും ക്ലാസ് വന്ന് കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ഹെഡിങ് കൊടുക്കാം, സംഖ്യകൾ എന്നാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. സംഖ്യകളിൽ നമുക്ക് അറിയാം, നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിലവിലുള്ള സംഖ്യകൾ നമുക്കറിയാം. സംഖ്യകൾ നമ്മൾ പരിചയപ്പെടുന്നതിന് മുന്നേ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഖ്യക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ 0, 1, 2, 3, 4, 5, അതുപോലെ തന്നെ 100, 1000, ഇങ്ങനെ ഒരുപാട് സംഖ്യകളുണ്ട്. സംഖ്യകൾ നമ്മൾ എഴുതാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളെക്കൊണ്ടത് ഇന്ന് എഴുതി തീരാൻ കഴിയില്ല. അത്രത്തോളം സംഖ്യകളാണ് നമുക്കുള്ളത്. ഓക്കെ, സംഖ്യകൾ നമ്മൾ എഴുതി തുടങ്ങുകയാണെങ്കിൽ അതിനൊരു അവസാനമില്ല. അത്രയും സംഖ്യകളുണ്ട്. ആദ്യം ഞാനിവിടെ കുറച്ച് സംഖ്യകൾ എഴുതാം. സംഖ്യകൾ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് സംഖ്യകൾ എഴുതുന്നത്. കുറച്ച് സംഖ്യകളാണ്: 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. ഈ സംഖ്യകളെല്ലാം ഒരക്ക സംഖ്യകളാണ് അല്ലേ? ഈ സംഖ്യകളെല്ലാം ഒരക്ക സംഖ്യകളാണ്. കാരണം ഇതിൽ ഒറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ, ഒരു സംഖ്യ കണ്ടോ. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഒരക്ക സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഒരക്ക സംഖ്യകൾ എന്ന് ഇവരെ വിളിക്കുന്നതിന് കാരണം ഇവരുടെ അടുത്ത് ആകെ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സംഖ്യ നോക്കുമ്പോൾ ഇതിലെത്ര സംഖ്യകളുണ്ട്? 2 സംഖ്യകളുണ്ട്. ഏതൊക്കെയാണ് 2 സംഖ്യകൾ? 1, അതുപോലെ 0. അപ്പോൾ ഇതിൽ ഒരക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? ഒരക്ക സംഖ്യകളാണ് 1, 2, 3, 4, 5, 6, 7, 8, 9. ഇത്രയാണ് ഒരക്ക സംഖ്യകൾ. ഓക്കെ, ഒരക്ക സംഖ്യകൾ 1 മുതൽ 9 വരെയാണ് ഒരക്ക സംഖ്യകൾ. 10 വരുമ്പം അത് 2 അക്ക സംഖ്യയാവും. കാരണം അതിൽ 2 സംഖ്യകളുണ്ട്. 1, 0, 2 സംഖ്യകളാണ് വരുന്നത്. അപ്പോൾ ഇത് 2 അക്ക സംഖ്യയാണ്. അപ്പോൾ ഒരക്ക സംഖ്യ എന്നൊരു ഹെഡിങ് നിങ്ങൾക്ക് നോട്ടിൽ കൊടുക്കാം. അത് പഠിക്കാൻ ഈസിയാവും. ഒരക്ക സംഖ്യകൾ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് ആ ഒരക്ക സംഖ്യകൾ ഏതൊക്കെയാണെന്ന് എഴുതുക. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാണ് ഒരക്ക സംഖ്യകൾ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് ഇത് എഴുതാവുന്നതാണ്. ഇത് എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ് ഇടയിൽ പൗസ് ചെയ്തിട്ട് ഇത് എഴുതി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരക്ക സംഖ്യകൾ 1 മുതൽ 9 വരെ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, ഒരക്ക സംഖ്യയിൽ നമ്മൾ 0 കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, 0വും ഒരു ഒരക്ക സംഖ്യ തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഒരക്ക സംഖ്യ എഴുതുമ്പം അതിൽ ആരെയും കൂടെ എഴുതണം? ഒരക്ക സംഖ്യകൾ എന്നൊരു ഹെഡിങ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ആദ്യമേ എഴുതിയിട്ടുണ്ടാവും. അതിൽ ആരെയും കൂടി എഴുതണം? 0 കൂടെ എഴുതണം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, 9 കൂടെ വരുന്നുണ്ട്.
അപ്പോൾ ഇപ്പം നമ്മളുടെ അടുത്ത് ഒരക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. 10 ഒരക്ക സംഖ്യകളാണ് ഉള്ളത്. 10 ഒരക്ക സംഖ്യകൾ. ആ ഒരക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 0 1 2 3 4 5 6 7 8 9. ഇവയാണ് ഒരക്ക സംഖ്യകൾ. ഇപ്പോൾ ഒരക്ക സംഖ്യകൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ. ഒരക്ക സംഖ്യയിൽ, ഇതൊരു ചോദ്യമാണ്, ഈ ചോദ്യം എഴുതിയെടുക്കാം. ഒരക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ. ഒരക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ ആരാണ് പറയുന്നത്? ആർക്കാണ് അറിയുന്നത് ഉത്തരം? ഒരക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ 0 യെസ്, 0. ഒരക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ 0. ഓക്കെ, ഒരക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ 0. ഒരക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ 0 പഠിച്ചല്ലോ എല്ലാവരും. എന്നാൽ അടുത്ത ചോദ്യം, ഒരക്ക സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ. ഇതും വളരെ ഈസിയാണ്. ഒരക്ക സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ. ഒരക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഒരക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ നമ്മൾ നേരത്തെ 0 1 2 3 4 5 6 7 8 9. അവയാണ് ഒരക്ക സംഖ്യകൾ. അതിൽ ഏറ്റവും വലിയ സംഖ്യയാണ് ആര്? അതെ, 9. അപ്പോൾ ഒരക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ 0, ഒരക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ 9. ഇതെല്ലാവരും പഠിച്ചെന്ന് കരുതുന്നു. അടുത്തതായിട്ട് രണ്ടക്ക സംഖ്യകളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. രണ്ടക്ക സംഖ്യകൾ ഓൾറെഡി പറഞ്ഞു. 10 ഒരു രണ്ടക്ക സംഖ്യയാണ് അല്ലേ? രണ്ടക്ക സംഖ്യകൾ നമുക്ക് എഴുതാം. 10, 11, 12, 13, 14, 15, 16, 17. രണ്ടക്ക സംഖ്യകൾ ഒരുപാടുണ്ട്. 18, 19, 20, 21, അങ്ങനെ 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 40 കഴിഞ്ഞിട്ട് 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 70, 80. കണ്ടോ, രണ്ടക്ക സംഖ്യകൾ ഒരുപാടുണ്ട്. 80, 90, 91, 92, 93, 94, 95, 96, 97, 98, 99. അടുത്ത 99 കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാണ്? 100 ആണ് അല്ലേ? 100നെ എടുക്കാൻ പറ്റുമോ? 100നെ എടുക്കാൻ പറ്റില്ല. കാരണം അതിൽ 3 സംഖ്യകളുണ്ട്. 1 2 3. 100 എടുക്കാൻ പറ്റില്ല. 100 രണ്ടക്ക സംഖ്യയല്ല. 100 മൂന്നക്ക സംഖ്യയാണ്. ഓക്കെ, 100 മൂന്നക്ക സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടി. രണ്ടക്ക സംഖ്യകൾ 10 മുതൽ 99 വരെയാണ്. രണ്ടക്ക സംഖ്യകൾ 10 മുതൽ 99 വരെയാണ്. എല്ലാവരും പഠിച്ചില്ലേ? രണ്ടക്ക സംഖ്യകൾ 10 മുതൽ 99 വരെയാണ്. അപ്പോൾ ഒരു ചോദ്യമാണ്, രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ അതെ 10 ആണ്. രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ. രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അതെ, രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ 99 ആണ്. 99. അപ്പോൾ ചോദ്യം എഴുതിയെടുക്കാം. രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ. രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ ആരാണ്? ഏറ്റവും ചെറിയ സംഖ്യയാണ് 10. എല്ലാവർക്കും അറിയാലോ. അടുത്ത ചോദ്യം, രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ. രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ. ഇതും ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 99. ഓക്കെ, 99 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സംഖ്യകൾ എന്ന ടോപ്പിക്കായിരുന്നു. പഠിച്ചത്. സംഖ്യകളിൽ നമ്മൾ ഒരക്ക സംഖ്യകൾ പഠിച്ചു. ഒരക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 0 ആണ്. ഒരക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 9 ആണ്.
രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 10 ആണ്. രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 99 ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ട് പഠിച്ച എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ട് എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. കുറച്ച് സമയം മാത്രം ഇരുന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.